കീഴ്ളം ഗവൺമെന്റ് യു പി സ്കൂളിൽ 140ാമത് വാർഷികം ആഘോഷമായി. വിരമിക്കുന്ന അധ്യാപികയ്ക്ക് യാത്രയയപ്പ് സമ്മേളനവും എൻഡോവ്മെന്റ് വിതരണവും LSS വിജയികൾക്കുള്ള അനുമോദനവും ഉണ്ടായിരുന്നു. സമ്മേളനാന്തരം കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. അനേകം തലമുറകൾക്ക് അക്ഷരവെളിച്ചം പകർന്ന കീഴ്ളം ഗവൺമെന്റ് UP സ്കൂളിൽ 140ാമത് വാർഷികാഘോഷം വർണ്ണാഭമായി. വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്കായിരുന്നു പരിപാടികൾ. വാർഡ് മെമ്പർ മിനി ജോയ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. രായമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് NP അജയ്കുമാർ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. കീഴ്ളം ഗവൺമെന്റ് UP സ്കൂൾ 140 വർഷം പിന്നിട്ട് ഇന്ന് വാർഷികം ആഘോഷിക്കുകയാണ്. നമ്മുടെ പഞ്ചായത്തിൽ തന്നെ, ഈ പ്രദേശത്ത് തന്നെ ഏറ്റവും പഴക്കമുള്ള സ്കൂളുകളിൽ ഒന്നാണിത്. ആ പഴക്കമുള്ള സ്കൂളാണെങ്കിൽ കൂടി അതിൻ്റെ കെട്ടിടങ്ങളുമെല്ലാം പുതിയ കെട്ടിടങ്ങളൊക്കെ ഇതിനിടയ്ക്ക് പല ഘട്ടങ്ങളിലായി വന്നതുകൊണ്ട് തന്നെ ഒരു ചെറുപ്പം നിലനിർത്തിക്കൊണ്ടാണ് ഈ സ്കൂള് മുന്നോട്ട് പോകുന്നത്. അക്കാഡമിക് കാര്യങ്ങളിലും മറ്റ് പ്രവർത്തനങ്ങളിലുമെല്ലാം ഏറ്റവും നല്ല രീതിയിൽ കുട്ടികൾക്ക് കഴിയുന്ന എല്ലാ സാധ്യതകളും ഒരുക്കി കൊടുക്കുന്ന ഒരു PTA-യും അധ്യാപകരുമാണ് ഈ സ്കൂളിലുള്ളത്. അതുകൊണ്ട് തന്നെ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ നാൾക്ക് നാൾ മെച്ചപ്പെട്ടു വരുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ എണ്ണവും വർദ്ധിക്കുന്നുണ്ട്. നമ്മുടെ ഈ പഞ്ചായത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്കൂളുകളിൽ ഒന്നായി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും എല്ലാ വർഷവും കഴിയുന്ന രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ പദ്ധതികളും പഞ്ചായത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പൊതുസമൂഹവും ഈ സ്കൂളിനൊപ്പമുള്ള ഒന്നാണ്. പ്രശസ്ത കലാകാരൻ സാബു വാരക്കുഴ വിശിഷ്ടാതിഥിയായിരുന്നു. കീഴ്ളം ഗവൺമെന്റ് UP സ്കൂളിലെ വാർഷികം ഹൃദ്യം 2025 മുഖ്യ അതിഥിയായിട്ട് എന്നെ ക്ഷണിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും ലളിതകലാ അക്കാദമി അവാർഡ് ജേതാവും പ്രശസ്ത ചിത്രകാരനുമെല്ലാമായ ശ്രീ രാജേന്ദ്രൻ കർത്ത സാറിൻ്റെ ക്ഷണപ്രകാരമാണ് ഞാൻ ഇന്നിവിടെ മുഖ്യ അതിഥിയായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. കുട്ടികളെ കാണാനും അതുപോലെ തന്നെ അധ്യാപകരെയും മാതാപിതാക്കളെയൊക്കെ കാണാനും അവരുടെ മുന്നിൽ ഈശ്വരൻ തന്നിരിക്കുന്ന കലാപരമായ കഴിവുകൾ, നാടൻപാട്ടും മിമിക്രിയും ഒക്കെ അവതരിപ്പിക്കാനൊക്കെയുള്ള ഒരു അവസരം കൂടിയാണിത്. കാരണം നമ്മൾ ഈ കഴിവുകൾ മറ്റുള്ളവൻ്റെ മുന്നിൽ പങ്ക് വെക്കുമ്പോൾ, അവരത് ആസ്വദിക്കുമ്പോഴാണ് ശരിക്കും ഒരു കലാകാരനൊരു പൂർണ്ണതയിൽ, അവൻ്റെ ഒരു പൂർണ്ണ സന്തോഷത്തിലേക്ക് കടന്നു വരാൻ കഴിയുന്നത്. അതുതന്നെയാണ് ഒരു പ്രചോദനവും. സ്കൂൾ ഹെഡ് മിസ്ട്രസ് ലതാവിയ, PTA പ്രസിഡന്റ് TR സിജുകുമാർ, സീനിയർ അസിസ്റ്റന്റ് AK അംബിക ടീച്ചർ, വാർഡ് അംഗം സുബിൻ NS, ബ്ലോക്ക് മെമ്പർ ബീന ഗോപിനാഥ്, PTA വൈസ് പ്രസിഡന്റ് ലീലാമ ഫിലിപ്പ്, വിരമിക്കുന്ന അധ്യാപിക രേഖ A, SMC ചെയർമാൻ ജ്യോതിഷ് കുമാർ S എന്നിവർ സംസാരിച്ചു. കീഴ്ളം ഗവൺമെന്റ് UP സ്കൂളിന്റെ 140ാമത് വാർഷികവും യാത്രയയപ്പ് സമ്മേളനവുമാണ് ഇന്നിവിടെ നടക്കുന്നത്. കീഴ്ളത്തിന്റെ തിലകക്കുറിയായി നിലകൊള്ളുന്ന ഈ സ്കൂൾ ഒരു LP സ്കൂളായിട്ടാണ് തുടങ്ങിയത്. അതിനുശേഷമാണ് ഇത് UP സ്കൂളിലേക്ക് മാറിയിരിക്കുന്നത്. ഇവിടുത്തെ എടുത്തു പറയേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചടക്കവും പഠന പ്രവർത്തനങ്ങളും യാത്രാ സൗകര്യവും ഈ സ്കൂളിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതേപോലെ ശക്തമായ PTA, എല്ലാ കാര്യത്തിനും നമ്മുടെ പിറകിൽ നിന്ന് പ്രവർത്തിക്കാൻ ഒരു PTA ഇവിടെയുണ്ട്. PTA പ്രസിഡന്റ് സിജുകുമാർ 3ാമത്തെ വർഷമാണ് ഇവിടെ പ്രസിഡന്റായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 10ാം വാർഡിൻ്റെ പ്രിയങ്കരിയായ മെമ്പർ ശ്രീമതി മിനി ജോയ് ഞങ്ങളെ ഏറെ സഹായിക്കുന്നുണ്ട്. എന്ത് പ്രവർത്തനത്തിനും ഞങ്ങൾക്ക് ഇവിടെ എത്തിച്ചേർന്ന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നുണ്ട്. കുട്ടികൾക്ക് എൻഡോവ്മെന്റുകളും ട്രോഫികളും വിതരണം ചെയ്തു. കൃത്യം 2025 എന്ന് നാമകരണം ചെയ്ത ആഘോഷ പരിപാടികളുടെ ഭാഗമായി കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. നമ്മളുടെ ഈ സ്കൂളിന്റെ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാർഷികമാണ്. 140ാമത് വാർഷികമാണ് ഇപ്പോൾ നടക്കുന്നത്. അത് നല്ല ഭംഗിയായിട്ട് എല്ലാവരും നല്ല സഹകരണത്തോടു കൂടിയിട്ട് ടീച്ചേഴ്സിൻ്റെയും PTA-യുടെയും നല്ല സഹകരണത്തോടു കൂടി നല്ല ഗംഭീരമായിട്ടാണ് നമ്മൾ നടത്തുന്നത്. അതിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് അജയ്കുമാർ സാറാണ്, രായമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ്. പിന്നെ നമ്മുടെ വാർഡ് മെമ്പർ മിനി ജോയ്,
പിന്നെ നമുക്കിപ്പോൾ ഒരു ഗസ്റ്റായിട്ട് വന്നിരിക്കുന്നത് പറഞ്ഞാൽ സാബു ആലപ്പുഴ എന്ന് പറഞ്ഞാൽ ഒരു മിമിക്രി ആർട്ടിസ്റ്റും കലാകാരനോടുമാണ്. അപ്പോൾ അവരോടും എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പരിപാടി നല്ല വിജയമാക്കി എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഈ പരിപാടി ഇത്ര ഗംഭീരമായിട്ട് നമുക്ക് നടത്താൻ സാധിക്കുന്നത്. പെരുമ്പാവൂർ.